ഹായ് ഗുഡ് മോർണിംഗ് കെംടെക് അക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 18 ലിറ്റർ RO പ്യൂരിഫയറിനെ കുറിച്ചാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു വേറെ മെഷീൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 12 ലിറ്റർ ആയിരുന്നു സ്റ്റോറേജ്. ഒരു സാധാരണ ഒരു ചെറിയ ഫാമിലിക്ക് 12 ലിറ്റർ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഇനഫായിട്ട് കുടിക്കാനും പാചകം ചെയ്യാനുള്ള വെള്ളം കിട്ടും. ഇത് 18 ലിറ്റർ സ്റ്റോറേജ് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് വലിയ ഫാമിലി, അതല്ലെങ്കിൽ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ, ജ്യൂസ് ഷോപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലമോ അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും വലിയ ഫാമിലികളിലും വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 18 ലിറ്റർ സ്റ്റോറേജുള്ള മെഷീനാണ്. ഈ RO പ്യൂരിഫയർ 75 GPD ഉള്ള സാധാരണ എല്ലാ മെഷീനുകളിലും ഏകദേശം 10 ലിറ്ററാണ് പെർ അവറിൽ നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ, വെള്ളം എടുക്കാത്ത സമയങ്ങളിലൊക്കെ അത് മെഷീൻ വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റോറേജ് ബോക്സിൽ വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഡയറക്റ്റായിട്ട് അനുഭവപ്പെടില്ല. ഈവൻ ദോ നമ്മൾ വീടുകൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളം രാവിലെ എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കുറച്ച് വെള്ളം അധികം എടുത്താലും പിന്നീടുള്ള നമ്മളുടെ യൂസേജിനനുസരിച്ച് അതിനകത്ത് വെള്ളം സ്റ്റോറേജായി ഓട്ടോമാറ്റിക്കായി ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനകത്ത് ഈ സ്റ്റോറേജ് ടാങ്ക് കുറച്ചുകൂടി വലിപ്പമുള്ളതുകൊണ്ട് 18 ലിറ്റർ സ്റ്റോറേജ് ഉണ്ടായിരിക്കും. പ്ലസ് RO UV മെഷീനാണ്. റിവേഴ്സ് ഓസ്മോസിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. 100% പെർഫെക്റ്റ്ലി വാട്ടർ നിങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ അൾട്രാ വയലറ്റ് ഫിൽട്രേഷൻ, UV ഫിൽട്രേഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടോട്ടലി കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് മെഷീനാണ്. പിന്നെ ഇതിനകത്ത് 24 വോൾട്ട് DC-യിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രീ ഫിൽട്രേഷൻ പുറത്ത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അകത്തേക്ക് ചെളി, അങ്ങനത്തെ മഡ് കാര്യങ്ങളൊന്നും കയറിപ്പോകാതിരിക്കാൻ പുറത്തൊരു പ്രീ ഫിൽട്രേഷൻ വരും. പ്ലസ് അതിനകത്തുനിന്ന് നമ്മളുടെ പ്രൈമറി ഫിൽട്രേഷനിലേക്ക് പോകുന്ന സെഡിമെൻറ്റ് ഫിൽട്രേഷനാണ്. സെക്കൻഡറിയിലായിട്ട് ഒരു കാർബൺ ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രീ കാർബൺ. പിന്നീടാണ് നമ്മളുടെ മെയിൻ RO മെമ്പറിലേക്ക് പോകുന്നത്. ഒരു പോളിഷ്ഡായ ക്ലീനായ വെള്ളമാണ് RO മെമ്പറിലേക്ക് പോകുന്നത്. മെമ്പറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളുടെ ശുദ്ധജലം, മറ്റേ ഓവർ TDS ഉള്ള ഹാർഡുള്ള വാട്ടറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല വെള്ളമായിട്ട് വരുന്നു. അത് വീണ്ടും ഒരു പോസ്റ്റ് കാർബണിലൂടെ പ്യൂരിഫൈ ചെയ്ത് പിന്നീടാണ് നമ്മളുടെ അൾട്രാ വയലറ്റ് ഫിൽട്രേഷനിലേക്ക് വരുന്നത്, ഒരു ഫൈൻ ബാക്ടീരിയൽ ഫിൽട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് കൂടി പുറത്തേക്ക് വരുന്ന വെള്ളം 100% ജെന്യൂൻ പ്യൂരിറ്റി വാട്ടർ തന്നെയായിരിക്കും. അതിനകത്ത് ഈ സ്റ്റോറേജിൽ ഈ താഴെയുള്ള സ്റ്റോറേജിൽ സ്റ്റോർ ആവുന്നു. ഈ സ്റ്റോറേജുള്ള മെഷീൻ RO നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റോറേജുള്ള മെഷീനുകളാണ്. ROയിൽ എന്താ വെച്ചെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു മണിക്കൂർ കൊണ്ടാണ് 10 ലിറ്റർ 12 ലിറ്ററൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ചെറിയ ചെറിയ മെഷീനിൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് സ്റ്റോറേജ് ഇല്ലാത്ത മെഷീനിലാവുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ സ്റ്റോറേജുള്ള മെഷീൻ വെച്ചാൽ ഓട്ടോമാറ്റിക് അത് ലെവൽ കൺട്രോൾ ചെയ്ത് സ്റ്റോറേജ് ആയിട്ട് വെച്ചിട്ടിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സഫിഷ്യൻറ്റ് വാട്ടർ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കെംടെക് അക്കയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ നിങ്ങളായിട്ട് ഇമെയിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാലം ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കെംടെക്കിൻ്റെ വാട്ടർ പ്യൂരിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായി ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.